യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി അതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാമായിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന എത്ര പേർ പൽക്കാല സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും നിർത്തിയ കർത്താവിൻ്റെ സന്നെ നന്ദിയോടെ ആയിരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടും സമാധാനത്തോടും ഈ പൽക്കാലമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയെ തരും. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മെ ഒരു നാളും കൈവിടാത്ത കർത്താവ് കൂടെയുണ്ട്. ഏത് വിഷയത്തിൻ്റെ പരിഹാരവും കർത്താവിൻ്റെ സന്നിധികൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട, നമ്മൾ ആകുലപ്പെടേണ്ട, നമ്മൾ ഉറപ്പും ധൈര്യത്തോടു കൂടെ ഇരിക്കുക. നമ്മളെ വലങ്കരം പിടിച്ച് നമ്മുടെ നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, ഇന്ന് ദൈവം ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാളുകളായി ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണുമായിരിക്കാം. അതേ സ്തോത്രം. ചില പ്രതിസന്ധികൾ കാണുമായിരിക്കാം, ചില രോഗത്തിന്റെ അനുഭവങ്ങൾ കാണുമായിരിക്കാം, ചില സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഇന്ന് അതിനകത്ത് ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളെ അതിനകത്ത് നിന്ന് കർത്താവ് വിടുവിക്കും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഉറച്ച് വിശ്വാസത്തോടു കൂടി ആയിരിക്കുക. ഭയപ്പെടേണ്ട, ഉറച്ച് നിൽപ്പേ. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുമേ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. മോശ തൻ്റെ ജനത്തെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവം ഉറപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ എന്ന്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, സ്തോത്രം, തൻ്റെ ജനത്തെ ഉറപ്പിക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശത്തെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പൊ ഒരു 400 സംവത്സരം എന്ത് ചെയ്യുന്നു? മിസ്രൈമ്യരുടെ പീഡയിൽ, അവരുടെ ഇടയിൽ പ്രവാസികളായിരിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനകത്ത് നിന്ന് ദൈവം തൻ്റെ ജനത്തെ, യഹോവ അവരെ വിടുവിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ കടന്ന് ആ 400 സംവത്സരം കഴിഞ്ഞപ്പോൾ, ആ ഒരു ടൈം ആയി കഴിഞ്ഞപ്പോൾ, പിന്നെ അവർ അവിടെ ആയിരിക്കുവാൻ ഇടയാക്കാതെ വണ്ണം ഇസ്രായേൽ ജനതയെ കഷ്ടത കണ്ട ദൈവം, അവരുടെ നിലവിളി കേട്ട ദൈവം, അവരുടെ സങ്കടത്തെ അറിഞ്ഞതായ ദൈവം എന്ത് ചെയ്യുന്നു? ആ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവരെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മോട് അരുളി ചെയ്ത ഒരു വാഗ്ദത്ത ടൈമുണ്ട്. ആ ടൈം വരെ ശത്രുവിന് നമ്മെ തൊടുവാനോ പിടിക്കുവാനോ അല്ലെങ്കിൽ സ്തോത്രം പിന്തുടരുവാനോ കഴിയുകയുള്ളൂ. അതിനകത്ത് വെച്ച് സ്തോത്ര ആ ദൈവത്തിന്റെ ടൈം ആയി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് സർവശക്തനായ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയത്തില്ല. 400 സംവത്സരം എന്ന് അബ്രഹാമിനോട് പറഞ്ഞ ആ ഒരു കാലഘട്ടം ആയപ്പോൾ യഹോവയെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മോശയും ഇസ്രായേൽ ജനവുമായി കടന്നു വരുന്ന സാഹചര്യം നമുക്ക് കാണുന്നു. അവർ ചെങ്കടൽ കടക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്നു. അവിടെ പകലും സ്തോത്രം അവർ യാത്ര ചെയ്യേണ്ടതിനു വേണ്ടി പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് ദൈവം അവരെ വഴി നടത്തി അവർക്ക് മുമ്പായിട്ട് ദൈവം നടക്കുകയും ചെയ്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ, ആ ഭാഗത്ത് നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ യാത്രയിൽ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കുമെന്ന് യഹോവ ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ അരുളി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് തിരുവചനത്തെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
യഹോവ പിന്നെ മോശയോട് പറയുകയാണ്, ഫറവോന്റെ ഹൃദയത്തെ ഞാൻ കഠിനപ്പെടുത്തും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കണം. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ പറഞ്ഞിരിക്കാം, ഞാൻ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്, ഇത്രയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഇത്രയും നാളായി, എന്നിട്ട് എന്നെ എന്ത് ചെയ്യുന്നു? ഈ പ്രതികൂലം എന്നെ തന്നെ പിന്തുടരുന്നത്, എന്നെ വിട്ട് മാറിപ്പോകാത്തത്, അല്പസമയം മാറി നിന്നിട്ട് വീണ്ടും എന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നല്ലോ എന്നുള്ള ചിന്തയും അനുഭവം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷേ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, 400 സംവത്സരത്തെ പ്രവാസത്തിന് ശേഷവും ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നപ്പോഴും യഹോവയെ ദൈവം അവരുടെ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നാമം മഹത്വത്തിനു വേണ്ടി, ഹല്ലേലൂയ, ഞാൻ യഹോവയാകുന്നു എന്ന് അറിയുവാൻ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, നിന്നെ ചിലത് പിന്തുടരുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിന്നെ വിട്ട് മാറിപ്പോകുന്നില്ലല്ലോ, നിന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ വീണ്ടും പീഡിപ്പിക്കുന്നല്ലോ, നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് ഈ പ്രഭാതത്തിൽ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കില്ല. ഇവിടെ യഹോവയെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവരുടെ ഹൃദയത്തെ കഠിനമാക്കും. അപ്പൊ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി കൊടുക്കുകയാണ് പിന്തുടരുവാനായിട്ട്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നു, ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന്. നിന്നെ പിൻപറ്റി വരുന്ന, നിന്നെ ഇത്രയും നാൾ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന, നിന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നവ അറിയണം ആരാണ് ദൈവം എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അതെ, സർവശക്തനായ ദൈവത്തെ ഒന്ന് അറിയുവാൻ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിനായിട്ട് അവിടെ നമുക്ക് തിരുവചനത്തിൽ പറയും, ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ശത്രുവിന്റെ മധ്യത്തെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട്. ഹല്ലേലൂയ. അതേ കാര്യം നമുക്ക് തിരുവചനത്തിൽ 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തു വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് ഇവരെ പിൻപറ്റുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നു? ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി നോക്കിയപ്പോൾ മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പൊ ഇങ്ങനെ ഹൃദയം കഠിനപ്പെടുത്തി മിസ്രൈമ്യർ ഇസ്രായേലിനെ പിന്തുടരേണ്ടതിനു വേണ്ടി ഹൃദയത്തെ കഠിനപ്പെടുത്തി കഴിഞ്ഞപ്പോ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനെ അവര് രഥങ്ങളും പടജനവും എല്ലാമായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയിൽ കഴിഞ്ഞു. ഇസ്രായേൽ ജനം തലപൊക്കി നോക്കിയപ്പോൾ തന്നെ പിന്തുടരുന്ന ഫറവോനെ കൂട്ടരെ കണ്ടു കഴിഞ്ഞപ്പോൾ താങ്കൾ ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. അവിടെയാണ് നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മോശയ്ക്ക് നേരെ പെറുപെറുക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, അവർക്ക് അടിമയായിരുന്നാൽ മതി. ഇങ്ങനെ പല കാര്യങ്ങളും ഇസ്രായേൽ ജനം എന്ത് ചെയ്യുന്നു? മോശയ്ക്കെതിരെ പറയുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ ഉത്തരമായിട്ട്, അതിന്റെ മറുപടിയായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മോശ ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു കാര്യമാണ്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, പക്ഷെ അതിന്റെ നടുവിൽ ഞാൻ നിങ്ങൾ ഉറച്ചു നിൽക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവം അനുവദിക്കാതെ ഒരു ശത്രുവിന് നമ്മെ തൊടാനായിട്ട് കഴിയില്ല. അവിടെ വ്യക്തമായി പറയുന്നു, യഹോവയെ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. എന്തിനു വേണ്ടി? അതേ സ്തോത്രം, ഇവരെ പിൻപറ്റുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവം ചിലത് അനുവദിക്കുമ്പോ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന നാം ദൈവമക്കളാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ദൈവം ചിലതിനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നാം മൗനമായിട്ട് ദൈവസ്വനി നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്ന അവിടെയാ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മോശ തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട,
ഉറച്ചു നിൽപ്പി. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. ഹല്ലേലൂയ. ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഈ പ്രഭാതത്തിൽ പറയാനായിട്ടുള്ളത്, പ്രശ്നങ്ങൾ ഒത്തിരി കാണുമായിരിക്കാം, പ്രതികൂലങ്ങൾ ഒത്തിരി കാണുമായിരിക്കാം, പക്ഷേ ഇന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് വിശ്വസിക്കുക. 400 സംവത്സരത്തെ അതേ പീഡയ്ക്ക് ശേഷം, പ്രവാസത്തിന് ശേഷം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ അവർക്കെതിരെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ മോശ പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയട്ടെ, വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ കാണുമായിരിക്കാം. ചിലരാ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, അതിനകത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിടുവിക്കും. സ്തോത്രം. എന്നും നിങ്ങൾ അവരുടെ ആധിപത്യത്തിനകത്തായിരിക്കുവാൻ, അടിമത്വത്തിലായിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ സ്തോത്രം ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. അതിനുശേഷം ദൈവം നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരാം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രതിസന്ധിയുടെ മധ്യത്തെ, ഭാരങ്ങളുടെ മധ്യത്തെ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവിടെ വചനത്തിൽ കാണുന്നു, രക്ഷ കണ്ടുകൊള്ളേ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയതേ മക്കളെ, വർഷങ്ങളായിട്ട് ഇവർ കാണുകയാണ്, ഇവരെ പീഡിപ്പിക്കുന്നത്, ഇവരെ സങ്കടപ്പെടുത്തുന്നത്, ഇവരെ പിൻപറ്റി വരുന്നതൊക്കെയും. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി കാണുകയില്ല. നിങ്ങൾ അവിടെ പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. ലൈക്ക് കുറച്ച് നാളത്തേക്ക് കാണുകയില്ല എന്നല്ല കാണുന്നത്, ഇനി ഒരു നാളും കാണുകയില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയെ നോക്കിയിട്ട് വിളിച്ചു പറയുക, ഈ പ്രതിസന്ധിയെ ഞാൻ ഒരു നാൾ കാണുകയില്ല, ഈ രോഗത്തെ ഇനി ഞാൻ ഒരു നാൾ കാണുകയില്ല, ഞങ്ങൾ സങ്കടപ്പെട്ട അനുഭവത്തെ ഇനി ഒരു നാൾ കാണുവാൻ ഇടയാക്കാതോണം. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. അവിടെ നിന്ന് നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് തിരുവചനത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അവർ ഭയപ്പെട്ട ആ രാത്രി തന്നെ അത് യഹോവയെ ദൈവം പറഞ്ഞതുപോലെ തന്റെ ജനത്തെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ സ്തോത്രം ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ, അതിന്റെ 30-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേലിനെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. പ്രിയതേ മക്കളെ, ദൈവം നമ്മെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമത്രേ. സ്തോത്രം. ഏത് രാത്രിയാണോ ഇസ്രായേൽ ജനം ഭയപ്പെട്ടത്, തലപൊക്കിയപ്പോ കടന്നു വരുന്ന ഫറവോനെ കണ്ടത്, അന്ന് രാത്രി തന്നെ യഹോവയെ ദൈവം ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിടുവിച്ചു. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ചില വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടും ഭീതിപ്പെട്ടും ഒക്കെ നിങ്ങൾ ആയിരിക്കുന്നില്ലേ? സ്തോത്രം. ഒത്തിരി ഞെരുക്കങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ചെയ്യാത്തതിനും നിങ്ങൾ വേദന അനുഭവിക്കുന്നവരായിരിക്കും. സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. ചോദിക്കും, ഇവരെന്തിനാ എന്നെ ഇത്രയും പിൻപറ്റി വരുന്നത്, ഇനി എന്തിനാ ഇത്രയും ഉപദ്രവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പ്രിയതേ മക്കളെ, സ്തോത്രം. ചിലതിനെ എന്നേക്കുമായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുവാൻ അത്രയും സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഭയപ്പെടേണ്ട. ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വചനത്തിൽ കാണുന്നു, ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ചിലതിന്റെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് നിനക്ക് വിടുവിക്കപ്പെടാൻ കഴിയത്തില്ല, എന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന വെല്ലുവിളി കാണുമായിരിക്കാം. നീ എവിടെ കൂടെ കറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കൈക്ക് തന്നെ വന്നു ചേരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലത് നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. ചില ആധിപത്യങ്ങൾ കാണും. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില ആധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം തമ്പുരാൻ ഇളക്കും. ഇനി നിനക്കെതിരെ കൈവിരൽ ചൂണ്ടുവാൻ ഇടയാക്കാതെ, നിന്നെ പിൻപറ്റി വരാൻ ഇടയാക്കാതെ വണ്ണം, നിന്നെ ഭയപ്പെടുത്തത്തക്ക രീതി നിന്റെ പിന്നാലെ പാഞ്ഞു വരുവാൻ ഇടയാക്കാതെ വണ്ണം ചിലതിനെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും യേശുവിന്റെ നാമത്തെ. ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. മിസ്രൈമയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമെ കടൽക്കരയിൽ ചത്തുലിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. യഹോവയെ ദൈവം എന്താ പറഞ്ഞത്? സ്തോത്രം. ഇന്ന് ഞാൻ നിനക്കായി
ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവേ. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാള് കാണുകയല്ല. അങ്ങനെ ഇന്ന് നീ ഭയപ്പെട്ട് കഴിഞ്ഞ ദിവസം വരെ ഭയപ്പെട്ട വിഷയം നിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോക്കിയ സ്തോത്രം. അതേ സ്തോത്രം, ശത്രുവിന്റെ കരത്തിൽ നിന്ന് സ്തോത്രം, അതേ ശത്രുവിന്റെ പീഡയിൽ നിന്നും, ശത്രു നിന്നെ ഞെരുക്കത്തിൽ നിന്നും, സങ്കടത്തിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കുന്ന പകൽക്കാലം അത്ര സ്തോത്രം. അവിടെ വചനത്തിൽ കാണുന്ന യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേൽ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ യഹോവയെ ദൈവം മോശയോട് പറഞ്ഞ ഒരു കാര്യം ഇത് മാത്രമാണ്: ഞാൻ യഹോവയെന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിനും ഫറവോനിലും അവന്റെ സകല സൈന്യത്തിന്മേലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. പ്രിയതേ മക്കളെ സ്തോത്രം. അതേ സ്തോത്രം, ചിലതൊക്കെയും ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയത്രേ. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയത്രേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചിലതിനൊക്കെ ഹൃദയ കാഠിന്യങ്ങൾ കൊടുത്തും നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പിന്മാറിപ്പോകാൻ സാഹചര്യമുണ്ടായിട്ടും മാറിപ്പോകാതിരിക്കുന്നത് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ അത്ര സ്തോത്രം. അവസാന നിമിഷം വരെയും പിൻപറ്റി വരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനതയ്ക്ക് അതേ മറികടന്നു പോകേണ്ടതിനായിട്ട്, വാഗ്ദത്തത്തിലേക്ക് കടക്കേണ്ടതിന് ദൈവം ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു കൊടുത്തു. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചത് ഇസ്രായേൽ ജനതയ്ക്കുള്ള വാഗ്ദത്തത്തിന്റെ വഴിയായി തുറക്കപ്പെട്ടെങ്കിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവരെ പിൻപറ്റി വന്ന ഫറവോനും കൂട്ടനും അത് എന്നേക്കുമുള്ള നാശത്തിനായിട്ട് അവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പിന്നെ ഇസ്രായേൽ ജനതയിലേക്ക് തൊടുവാൻ കഴിയാതവണ്ണം, അവരെ ഞെരുക്കുവാൻ കഴിയാതവണ്ണം അവരെ ക്ലോസ് ചെയ്യുന്ന ചാപ്റ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ സ്തോത്രം, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമ്പോ അവിടെ സ്തോത്രം ശത്രു മണ്ഡലത്തിന്റെ മുൻപിലോട്ടുള്ള വഴി അടയപ്പെടുന്ന ടൈം അത്രേ സ്തോത്ര. ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ വഴി ദൈവം തമ്മിൽ തുറക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ആ വഴി സ്തോത്രം ഹല്ലേലൂയ ശത്രുവിന്റെ മുമ്പാകെ എന്നേക്കുമുള്ള നാശത്തിനുള്ള വഴിയായി ദൈവം അടച്ചു കളയുവാനായിട്ടിടയത്തിന്. നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള എൻട്രി തുറക്കുന്നത് വരെ മാത്രമേ ശത്രുവിന് നിന്നെ പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ. നാളുകളായി വർഷങ്ങളായി നീ ഭാരപ്പെടുന്നില്ലേ? ചിലരുടെ വാക്കുകൊണ്ട്, ചിലരുടെ പ്രവൃത്തി കൊണ്ട്, ചിലരുടെ സംസാരം കൊണ്ട് ഹല്ലേലൂയ നീ ഒത്തിരി വേദനിക്കുന്നില്ലേ? നീ തളർന്നു പോകുന്നില്ലേ? കുഞ്ഞെ, നീ ഭാരപ്പെടണ്ട. 400 സംവത്സരം ഹല്ലേലൂയ തന്റെ ജനത്തിന് ദൈവം അനുവദിച്ചു കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ പീഡയെ കൂടി കടന്നു പോകുവാൻ, സങ്കടപ്പെടുവാൻ അതിൽ നിന്നൊരു പുറപ്പാട് കൊടുത്തതുപോലെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ടൈം ദൈവം വച്ചിട്ടുണ്ട്. ആ ടൈം കഴിയുമ്പോ ഹല്ലേലൂയ നിന്നെ പിൻപറ്റി വരുന്ന ഫറവോന്റെ കരത്തിൽ നിന്ന്, മിസ്രൈമ്യരുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ടിടയത്തിരും. അതുകൊണ്ട് സ്തോത്രം, ഈ പ്രഭാതത്തിൽ പറയട്ടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് ഞാൻ നിനക്കായി ചെയ്യുന്ന രക്ഷയെ കണ്ടുകൊള്ളുവാൻ കർത്താവ് ദൈവം പറഞ്ഞു വെക്ക്. പ്രിയ ദൈവ വൈതലേ, ഇന്നെന്ന് പറയുന്ന ഒരു ദിവസം ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യും, അത്ഭുതം ചെയ്യും. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ രണ്ട് കാര്യം പറഞ്ഞ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും. ചില രോഗത്തിന്റെ അനുഭവത്തിൽ ഇന്ന് നിങ്ങളെ വിടുവിക്കും. യേശുവിന്റെ നാമത്തെ ഇന്ന് എന്ന് പറയുന്നത് സ്തോത്ര, നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ചില ദൈവ പ്രവൃത്തികളായിരിക്കാം. വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാസഘട്ടങ്ങളിൽ നിന്ന്, ചില ഞെരുക്കത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രഭാതം അത്രേ സ്തോത്രം. വചനത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. പറയാമോ ഉറപ്പോട് ധൈര്യത്തോടു കൂടി? പ്രിയ ദൈവമക്കളെ, മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രശ്നത്തെ കണ്ടിട്ട് പറ, ഇനി ഇതിനെ ഞാൻ കാണുകയല്ല. ഇനി ഇവരുടെ വാക്ക് കേട്ട് ഞാൻ ഭയപ്പെടുകയല്ല. ഇനി ഈ പ്രശ്നം എന്റെ മുമ്പിൽ ഒരു ഭാരമായിട്ട് വന്നു നിൽക്കുകയല്ല എന്ന് പറയുക. സ്തോത്ര, നിന്റെ മുമ്പിൽ കടക്കാൻ ദൈവം അനുവദിക്കും. നിന്റെ പിന്നിലേ നിൽക്കാനിടയുള്ളൂ. പിന്നിൽ നിൽക്കുമ്പോ നീ മുന്നിലേക്ക് ആഞ്ഞ് നിന്റെ വാഗ്ദത്തത്തിലേക്ക് കടക്കുമ്പോ, അതേ സ്തോത്രം, നീ അവിടെ ചെന്ന് നോക്കുമ്പോ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കാണുവാനായിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണും. പ്രിയ ദൈവ പൈതലേ, നീ ഒത്തിരി കരഞ്ഞില്ലേ?
സ്തോത്രം. ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവർത്തികൾ, ചില സങ്കടങ്ങൾ, അതേ നീ പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? ഈ പ്രഭാതത്തിൽ പറയട്ടെ, ആ കണ്ണുകൊണ്ട് തന്നെ ചിലത് കാണത്തക്ക രീതി ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ആരും നിനക്ക് വേണ്ടി സഹായിക്കാനില്ലായിരിക്കാം, ആരും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണത്തില്ലായിരിക്കാം. പക്ഷേ അതിനകത്ത് നിന്റെ പ്രശ്നം കൊണ്ട് നടുവ് നീ കരയുന്നില്ലേ? നിന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നില്ലേ? സ്തോത്രം. ആ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. യുദ്ധം മനുഷ്യൻ്റെതല്ല, നമ്മുടേതല്ല. യുദ്ധം ദൈവത്തിന്റെ അത്രേ. കരയുന്ന ഒരു ദൈവപൈതന് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവ സൈന്യാധിപനായിരിക്കുന്ന സർവശക്തനായ ദൈവമത്രേ. അതേ സ്തോത്രം. നിനക്ക് വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ശക്തിയില്ലായിരിക്കാം, നിനക്ക് വേണ്ടി പറയുവാനായിട്ട് ആരുമില്ലായിരിക്കും, വലിയൊരു സമൂഹമായിരിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ നിരപരാധിത്വം, ഹല്ലേലൂയ സ്തോത്രം, ആർക്കും വെളിപ്പെടുത്താൻ കഴിയത്തില്ലായിരിക്കാം, നിന്റെ പശത്ത് നിൽക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നിനക്ക് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് സ്തോത്രം ഒരു ജഡ്ജിയായ ഒരു സ്വർഗത്തിലൊരു ദൈവമുണ്ട്. അതേ ഒരു വിധികർത്താവ് സ്വർഗത്തിലുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. സ്തോത്ര. ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കെ. സ്തോത്ര. ഹല്ലേലൂയ. അല്പസമയം കൂടി നീ നിൽക്കെ. ഹല്ലേലൂയ. സ്തോത്ര. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഇന്നെന്ന് പറയുന്ന ദിവസം നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കുക. അടിവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്തോത്രം. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. നിനക്കെതിരായി കടന്നു വരുന്നവരുടെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയെത്തിരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ ശത്രുവിന് കടന്നു വരുന്ന, അതേ നിന്നെ ഇതുവരെയും സ്തോത്രം നിന്നെ ഞെരുക്കിക്കൊണ്ടിരുന്നവർക്ക് വരുന്ന പ്രതികൂലത്തിൽ നീ കാണുവാനായിട്ട് ഇടയായിത്തീരാം. പക്ഷെ ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നാം ഉറച്ചു നിൽക്കണം. ഭയപ്പെടരുത്. സ്തോത്ര. ഭയപ്പെട്ട് മാറിപ്പോകാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരാ. ഇന്ന് ചില വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക. പ്രിയ ദൈവം ഇതിലെ ഉറപ്പോട് ധൈര്യത്തോടെ ആയിരിക്കുക. സ്തോത്രം. വർഷങ്ങളായിട്ട് സ്തോത്രം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിടുവിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്നു. പൈശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. നാളുകളായി, വർഷങ്ങളായിട്ട് കർത്താവ് ഇവരെ പിൻപറ്റുന്ന ചില ശക്തിയിൽ നിന്ന് കർത്താവേ, ഇവരനുഭവിക്കുന്ന രോഗങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവേ, ഈ പകൽക്കാലം തന്റെ ജനത്തെ ദൈവം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തെ ഇന്ന് കണ്ട മിസ്രൈമിന് നീ ഒരു നാളും കാണുകയില്ല. ഇന്ന് നിനക്കായി ഞാൻ ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളവേ. ഇന്നെന്ന് പറയുന്ന ദിവസം കർത്താവേ, തന്റെ ജനത്തിന്റെ മേൽ അസാധാരണമായ വിടുതലുകൾ നടക്കട്ടെ കർത്താവേ. അവർ ഭയപ്പെട്ടത് അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. തന്റെ ജനത്തെ വിടുതലിലേക്ക് എത്തിക്കണം. സർവശക്തനായിരിക്കും ദൈവത്തിന്റെ കര, സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന് വേണ്ടി ചലിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.